ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്യാമിനെ ശ്രുതി വിളിക്കാട്ടോ. ഹലോ ശ്യാം സർ, ഞാൻ അത്യാവശ്യ കാര്യം വേണ്ടി പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അഞ്ജലി അങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്യാം ഒന്നും അറിയാത്ത പോലെ പറ എന്ന് പറയുമ്പോഴേക്കും അത് ചേച്ചി പറഞ്ഞില്ല, എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു ജോലി, അതൊക്കെ ഞാൻ ശരിയായിക്കോളാം, എന്താ എന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ ശ്യാം ചോദിക്കുകയാണ്. വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ശ്യാം സർ, എനിക്ക് അത്ര അത്യാവശ്യമായിട്ടായിരുന്നു ജോലി, അതൊക്കെ ഞങ്ങൾക്ക് നോക്കിക്കൊള്ളാനേ, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളാണല്ലോ എനിക്ക് ജിലേബിയൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്, അത് ഞാൻ വീട്ടിലുണ്ടാക്കി കൊടുത്തു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ്. അഞ്ജലി ഇങ്ങനെ ശ്യാമയോട് പറയണ്ടേ, ശ്യാമേട്ടാ ഞാനൊന്ന് സംസാരിക്കട്ടെ പ്ലീസ്, ഫോൺ താ എന്നിങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് ശ്യാം ഫോൺ കൊടുക്കണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് മോഹനങ്ങൾ വരുവാണ്. അഞ്ജലി മോളെ ദേ എല്ലാവരുടെ ഫുഡ് കഴിക്കാൻ നോക്കി നിൽക്കുക, വാ എത്രയും പെട്ടെന്ന് വാ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്യാം ഹലോ ഒന്നും കേൾക്കുന്നില്ല, റേഞ്ചില്ല, ഹലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക കേട്ടോ. ആ സമയത്ത് ശ്രുതി കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. റേഞ്ച് ഇല്ല അഞ്ജലി മോളു, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലിയുടെ തോളത്ത് കൈയിട്ട് ശ്യാം അങ്ങനെ അകത്തേക്ക് പോകുവാണ്. അപ്പോഴേക്കും നമ്മുടെ അശ്വിനാണെങ്കിൽ ലാവണ്യനെ കൂട്ടിക്കൊണ്ട് വരുക കേട്ടോ. ആൻറ്റി പറയണം, ഓ മൈ ഗോഡ്, ഞാൻ എന്തായി കാണുന്നത്, എല്ലാവരും ഇങ്ങോട്ട് വന്ന് ദേ ലാവണ്യ ബേബി വന്നു, ലാവണ്യ ബേബി വെൽക്കം ടു മൈ ഹൗസ് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം നമ്മുടെ അശ്വിൻ വാ ലാവണ്യ വാ കയറാം എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി വരുന്നുണ്ട്. നിൽക്ക് എന്ന് പറഞ്ഞിട്ട് വരുവാണ്. അതിനുശേഷം നമ്മുടെ ആരതി ഒഴിയാൻ പോകുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിനാ ഇതൊക്കെ എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരാൾ ആദ്യമായിട്ട് കയറി വരുമല്ലേ മുത്തശ്ശി, അതുകൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത് നല്ലതാ എന്ന് ശ്യാം പറയുവാണ്. നിങ്ങളുടെയൊക്കെ ഒരു കാര്യം, അതിനെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നേന്നും അല്ലല്ലോ, ജസ്റ്റ് ഒരു മാസത്തേക്ക് നിൽക്കാൻ വരണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്യാം പറയുന്നുണ്ട്, മുത്തശ്ശി ഒരു ആരതി ഒഴിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അഞ്ജലി നീ ഒഴിഞ്ഞോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഞ്ജലി ആരതി ഒഴിയുക കേട്ടോ. ആരതി ഒഴിയുന്ന സമയത്ത് നമ്മുടെ ലാവണ്യക്കും അതൊരു എന്തോ ഒരു ഇഷ്ടക്കേടൊക്കെ തോന്നുവാണ്. ലാവണ്യൊക്കെ ആ ചൂടൊക്കെ എടുത്തിട്ട് മുഖമൊക്കെ ഇങ്ങനെ ചൂട് പുകയൊക്കെ അടിച്ച് തലവേദന എടുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും ലാവണ്യ ഇങ്ങനെ അശ്വിനോട് പറയുന്നുണ്ട്, അശ്വിൻ യെസ് എനിക്ക് വല്ലാതെ തലവേദന എടുക്കുന്നു, തല കറങ്ങുന്ന പോലെ ആവുന്നു ഈ ആരതിയിലേക്ക് നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ട, ബെസ്റ്റ് ആരതി വീണ പോലും അവൾക്കൊരു വലിയൊരു എന്തോ കാര്യം പോലെ അവൾ പറയണത് എന്നിങ്ങനെ പറയുവാണ്. അമ്മേ വേണ്ട എന്നിങ്ങനെ മോഹനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മനോരമ പറയുന്നുണ്ട്, ലാവണ്യ ബേബി അശ്വിൻ കുഞ്ഞ നിങ്ങൾ രണ്ടുപേരും വലതുകായ വെച്ച് അകത്തേക്ക് കയറൂ എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം കാണിക്കുന്ന ശ്രുതിനെയാണ്. ശ്രുതി ചേച്ചിയെടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ? അത് കൊള്ളാലോ, നിനക്ക് ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, അല്ല ഞാൻ ചേച്ചിയെടുത്ത് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്തായാലും നീ എടുത്ത തീരുമാനമല്ലേ, നമുക്ക് പോകാൻ തന്നെ ചെയ്യാം, നീ എന്തിനും എടുക്കാൻ മറന്നോ? ദേ നിൻ്റെ കുട്ടിക്കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ കുഞ്ഞികൃഷ്ണ ഞാൻ നിന്നെ എടുക്കാൻ മറന്നു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശ്രുതി കുട്ടിക്കൃഷ്ണൻ്റെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് ലാവണ്യ ആൻറ്റിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ആൻറ്റി എൻ്റെ ബാഗിൽ ഞാൻ കുറച്ച് കേക്കും അതുപോലെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ മോൾക്ക് അതൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ? സൂപ്പറായിട്ടുണ്ട് എന്ന് പറയാണ്. അതിനുശേഷം ജ്യൂസ് എടുക്കട്ടെ, മധുരമില്ലാത്ത ജ്യൂസ് മതി. നിങ്ങൾ രണ്ടുപേരും മധുരം കഴിക്കാത്ത ആൾക്കാരാണല്ലോ എന്ന് മനോരമ പറയുകയാണ്. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടികളുണ്ട്, ഡയബറ്റിക് അല്ലാത്ത കുട്ടികളായിക്കോലോ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് ചിരിക്കുക കേട്ടോ. അതിനുശേഷം ലാവണ്യ ഉണ്ടാക്കിയ കേക്കും അതുപോലെ തന്നെ സ്വീറ്റ്സൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ മനോരമ പറയണ്ട, അയ്യോ ഈ സ്വീറ്റ്സിലും കേക്കിലൊക്കെ മുട്ട ചേർക്കില്ലേ? ചേർക്കും, സോറി ബേബി, ഈ വീട്ടിൽ മുട്ട ഒന്നും ആരും കൂട്ടാറില്ല, ഓൺലി വെജിറ്റബിൾസ്, കർഡ്, നെയ്യ് അങ്ങനത്തെ സാധനങ്ങൾ. സോറി ഞാനത് ഓർത്തില്ല എന്നിങ്ങനെ പറയാണ്. ശരി എങ്കിൽ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. സാർ എവിടെയാണ് നിൻ്റെ റൂം? വാ ലാവണ്യ എന്ന് അശ്വിൻ വിളിക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറഞ്ഞ, അവിടെ നിന്നേ നിൻ്റെ റൂമിലേക്ക് ഇവളെ കയറ്റാനോ? ഒരിക്കലുമില്ല, ഇവൾക്ക് ഇവിടെ ഗസ്റ്റ് റൂമുണ്ട്, നിങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് മുമ്പേ ഒന്നിച്ച് താമസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ലാവണ്യക്കും അശ്വിനും അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അശ്വിൻ പറയുന്നുണ്ട്, ഇത് ഇവിടുത്തെ മര്യാദയാണെന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടുത്തെ ആചാരം, കല്യാണത്തിന് മുമ്പ് ഒരു ആണും പെണ്ണും ഒരു റൂമിൽ കിടക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ലാവണ്യക്ക് ആകെ ദേഷ്യം വരുവാട്ടോ. അശ്വിനും അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഇത് ആർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണോ അവർ മാത്രം ഇവിടെ നിന്നാൽ മതി, എല്ലാത്തവർക്കും വേണമെങ്കിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകണ സമയത്ത് അശ്വിൻ്റെ ദേഷ്യം വന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട്, എനിക്കിവിടുത്തെ ആചാരവും അനുഷ്ഠാനങ്ങളൊക്കെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഇതൊക്കെ ഇവിടുത്തെ കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ട് വരുന്നത്, പഴയ നൂറ്റാണ്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുക എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ട, അതെ പഴയ നൂറ്റാണ്ടിലെ കാര്യങ്ങൾ തന്നെയാണ്, എന്തായാലും ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നിങ്ങനെ പറയുവാണ്. അത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ലാവണ്യ അകത്തേക്ക് കയറി പോകുക കേട്ടോ. ശേഷം നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ നമ്മുടെ അശ്വിനൊക്കെ കയറി പോകുന്നുണ്ട്.
അതിനുശേഷം അശ്വിൻ റൂമിലേക്ക് പോകുമ്പോഴേക്കും ശ്യാം കൂടെ പോകുവാണ്. ശ്യാമിനോട് പറയുന്നുണ്ട്, ഏയ് അശ്വിൻ നീ ഒന്ന് കൂളാവ് എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, മുത്തശ്ശി എന്ത് മര്യാദകേടല്ല അവൻ്റെ അടുത്ത് കാണിച്ചത്. അവൾ ഒരു പെണ്ണല്ലേ, അവൾ ഇവിടെ വന്നത് എൻ്റെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവളെ കൊണ്ടുവന്നത് ഞാനും അവളും കൂടി ഒത്തുപോകുമെന്ന് ഇവിടെയുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടല്ലേ, പിന്നെ എന്തിനാ അവളെ വേറെ റൂമിലാക്കിയതെന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, അതിവിടെ ഇവിടെ നിന്നല്ല എവിടെയാണെങ്കിലും കുറേ ആചാരങ്ങളൊക്കെ ഉണ്ട്, അത് നീ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കല്യാണം എന്ന് പറയുന്നത് സൊസൈറ്റിക്കുള്ളിൽ ഒരു ലൈസൻസാണ്. ആ ലൈസൻസ് എനിക്ക് വേണ്ടെങ്കിലോ, സൊസൈറ്റിനെ കാണിക്കാൻ വേണ്ടി ഞാനിതിനെ കല്യാണം കഴിക്കണത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി കല്യാണത്തിൻ്റെ കാര്യമൊന്നുമില്ല എന്നൊക്കെ നമ്മുടെ അശ്വിൻ പറയുന്ന സമയത്ത് ചേട്ടൻ ചായയായിട്ട് വരുന്നുണ്ട്. നീ ചായ കുടിക്കുക, എനിക്ക് ചായയൊന്നും വേണ്ട, എടുക്കു എന്ന് പറഞ്ഞിട്ട് ചായ നിർബന്ധിച്ച് കൊടുക്കുക. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, എന്നാലും ഒരു സൊസൈറ്റിക്ക് വേണ്ടി കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ മണ്ടത്തരമാണ്. ഞാനിവിടെ അവളെ കൊണ്ടുവന്നത് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ച് താമസിക്കാവുന്ന രീതിയിലാണെന്നൊക്കെ അശ്വിൻ പറയുമ്പോഴേക്കും അതിനെ എതിർത്ത് സംസാരിക്കുവാട്ടോ ശ്യാം പറയുന്നുണ്ട്, എന്തൊക്കെ പറയാനും മൂത്ത ആൾക്കാർ പറഞ്ഞ കാര്യമല്ലേ അത് നീ അനുസരിക്കുക, അതിലെന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുമെന്ന് നീ മനസ്സിലാക്കുക. ഇവിടെ ഗസ്റ്റ് റൂമിൽ ആവണ്യുണ്ടല്ലോ, 1 മാസം സമയമുണ്ടല്ലോ, അതിനുള്ളിൽ മുത്തശ്ശിയുടെ മനസ്സ് മാറും എന്നൊക്കെ ശ്യാം പറഞ്ഞെടുത്താണ് എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ കാണാം.